ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു 2 പ്രതികരണം കേട്ടിട്ട് ഞാൻ ഇതിലേക്കാണ്. നവകേരള യാത്ര ഞാൻ ഇന്ന് വരെ ശോഭാ സുരേന്ദ്രനുമായിട്ട് ഒരിക്കൽ പോലും നേരിട്ട് സംസാരിച്ചിട്ടില്ല, അടുത്തു നിന്ന് കണ്ടിട്ടില്ല. ഞാൻ യഥാർത്ഥത്തിൽ ജാവേദ് ഖാനെ കണ്ടിട്ട് എത്ര മാസമായി? എന്നെ കാണാൻ വന്നതാണ്. ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ എൻ്റെ മകൻ്റെ കുട്ടിയുടെ പിറന്നാളിൽ പങ്കെടുക്കാൻ പോയത്. ഞാനവിടെ പോലും വളരെ കുറവാണ്. ഞാൻ എവിടെയാണ് ഉള്ളതെന്ന് ഒരാൾ മകനോട് ചോദിച്ചു. അച്ഛൻ ഇവിടെ ഉണ്ട്, ഫ്ലാറ്റിൽ നിന്ന് മകൻ്റെ ജന്മദിനാണ്, പിന്നെ ഇവിടെ ഉണ്ടെന്ന്. ഒരു 10 മിനിറ്റ് കാണുമ്പോൾ കാണാൻ രണ്ടാളിങ്ങനെ കയറി വരും. അപ്പം കണ്ടപ്പോൾ തന്നെ ഇത് എനിക്ക് തോന്നി ജാവദേക്കറല്ലേ. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി. അപ്പോൾ ഒരു വീട്ടിലൊരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു. എന്താ വന്നു വെച്ചാൽ ഞങ്ങൾ ഇതിലേ കൂടി പോകുമായിരുന്നു, അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കാണാം. ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം. അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു അത് ഞാനുമായിട്ട് വേണ്ട, നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരുമായും നല്ല സുഹൃത്ബന്ധം വെക്കുന്ന ഒരാളാണ് ജയരാജൻ. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുന്നു. ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്ക് തെളിയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതിർകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്. ഇതിൽ സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ്. ഞാൻ പറയുന്നത് CPM-നകത്ത് ഒരു EP അല്ല, 1000 EP ജയരാജന്മാരുണ്ട്. ആ ആലപ്പുഴയിലൊന്ന് ചെന്ന് ചോദിച്ചാൽ നമ്മുടെ സുധാകരൻജി പറയും, സ്വകാര്യമായിട്ട് നിങ്ങൾ ചോദിക്കണം. കോൺഗ്രസ്സിലെ സുധാകരൻജി മാത്രമല്ല, മൊത്തത്തിൽ CPM-ലും ഇതുപോലത്തെ ധാരാളം അസ്വസ്ഥതകളുണ്ട്. അതെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പൊട്ടിപ്പുറപ്പെടും. ഒരു സംശയം വേണ്ട, 2 മുന്നണികൾക്കും വലിയ തകർച്ചയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ. ശ്രീ നിതിൻ കണിച്ചേരി, ഇവിടെ നിങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ പ്രധാന നറേറ്റീവ് എന്താണ്? കേരളത്തിലെ നിങ്ങളുടെ എതിരാളി കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, അവർ BJP-യുമായി എക്കാലവും അവിശുദ്ധ ബന്ധവക്കാരാണെന്നൊക്കെയല്ലേ? പൂരത്തിന് 7 നിലയിൽ പൊട്ടിയൊരു നിലയമിട്ട് പോലെ ആ നറേറ്റീവിനെ EP ജയരാജൻ തൂക്കി കടലെറിഞ്ഞ ദിവസമാണ്. ആ കാഴ്ചയാണ് ജാവദേക്കർ ചർച്ച സ്ഥിരീകരിച്ചതിലൂടെ സംഭവിച്ചത്. ജയരാജൻ യഥാർത്ഥത്തിൽ CPM-ന്റെ ശത്രുവാണോ അതോ കേന്ദ്ര കമ്മിറ്റി അംഗമായ മിത്രമാണോ നിതിൻ? 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ മതനിരപേക്ഷവാദികളും ഒന്നിച്ചണിനിരക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും പോകും എന്നല്ല, പോയ ആളുകളെയാണ് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിന് മുമ്പിൽ ജനങ്ങളോട് മുമ്പിൽ അവതരിപ്പിച്ചത്. കോൺഗ്രസിൽ നിന്ന് പോയ ആളുകളുടെ എണ്ണം, KPCC ജനറൽ സെക്രട്ടറി പത്മജയും അനിൽ ആന്റണിയും ഉൾപ്പെടെയുള്ള എത്രയോ നേതാക്കൾ, ആ പോയ ആളുകളെ സംബന്ധിച്ചാണ് ഈ കേരളത്തിലെ ജനം ആശങ്കയോട് കൂടി കണ്ടത്. ആ സാഹചര്യത്തിലാണ് മതനിരപേക്ഷമായ ചേരിയിൽ എങ്ങനെ കോൺഗ്രസിന് BJP-ക്കെതിരായി വിശ്വസിക്കാൻ പറ്റും എന്ന ചോദ്യം ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് ചോദിച്ചത്. ഇവിടെ നിങ്ങളിപ്പോൾ പറയുന്നത് ജയരാജൻ തന്നെ ആ കാര്യം സഖാവ് EP ജയരാജൻ തന്നെ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾ തന്നെ ഇപ്പൊ വിഷ്വൽ കാണിച്ചല്ലോ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു സൗഹൃദ സന്ദർശനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നു, പ്രകാശ് ജാവദേക്കർ അവിടെ വരുന്നു, അദ്ദേഹത്തെ കാണുന്നു. ഒരു വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ സ്വാഭാവികമായും ആ അതിഥിയെ സ്വീകരിച്ചിട്ടുണ്ടാകാം, പറഞ്ഞിട്ടുണ്ടാകും. അതെല്ലാം മനുഷ്യരാണല്ലോ. അങ്ങനെ നിഷ്കളങ്കനാവല്ലേ എന്ന് പറഞ്ഞാൽ അതുവഴി പോകുമ്പോഴേക്കും എന്താണ് നമ്മുടെ ഈ പ്രകാശ് ജാവദേക്കർക്ക് വേറെ ഒരു പണിയില്ലാത്ത ആളല്ലേ? എന്താണ് മുൻ കേന്ദ്രമന്ത്രിക്ക് വേറൊരു പണിയില്ലാത്ത ആളാണ്. അദ്ദേഹം നോക്കിയപ്പോഴത്തേക്ക് EP ജയരാജൻ്റെ വീട്, ആഹാ എന്നാ ഒന്ന് കയറിക്കളയാം എന്ന് പറഞ്ഞ് കയറുന്നു. അതിനകത്ത് കയറി എന്നാ നമുക്കൊരു രാഷ്ട്രീയം പറയാൻ ചോദിക്കുന്നു, വേണ്ടെന്ന് പറയുന്നു. ഇതിങ്ങനെ അങ്ങ് വിഴുങ്ങണമെന്നാണോ CPM പറയുന്നത്, EP ജയരാജൻ പറയുന്നത്? അത് പിണറായി വിഴുങ്ങിയിട്ടില്ലല്ലോ സാർ, അത് പിണറായി വിഴുങ്ങിയിട്ടില്ലല്ലോ. അങ്ങനെയല്ല ആഷ്മി, അങ്ങനെയല്ല. പിന്നെ ഞാനത് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. നിങ്ങൾ അവർ EP-യെ മാത്രമല്ല ഒരുപാട് ആളുകളെ സമീപിച്ചിട്ടുണ്ടാവും. പ്രകാശ് ജാവദേക്കർക്കും BJP നേതാക്കളുടെയും പണി എന്താ? എവിടെയും ചൂണ്ടയും കൊണ്ട് നടന്ന ആരെങ്കിലും കൊത്തുമോ എന്ന് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടാകാം. അവർ EP ജയരാജനോട് കാണാൻ പോയിട്ടുണ്ടാവും. നേതാവ് ഒരു പണിയുമില്ലാതെ നിൽക്കുന്ന കൊത്താം പരുവത്തിന് പിളർന്നിരിക്കുന്ന ഒരു വായുണ്ടാവണം. നിതിൻ കണിച്ചേരത്ത് വരുമോ? ഇപ്പൊ നിതിൻ കണിച്ചേരത്ത് പ്രകാശ് ജാവദേക്കർ വരുമോ വീട്ടിലോട്ട്? BJP-യിലേക്ക് പോരുന്നോ ചോദിച്ചു വരുമോ? വരില്ല.
എം പി രാജേഷിന്റെ വീട്ടിലോട്ട് വരുമോ? അല്ല, പോവില്ല. അതിനുള്ള മറുപടി പറഞ്ഞല്ലോ. സാർ അതിന് വിളക്ക് കൊളുത്തി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അക്കൂട്ടത്തിൽ പെട്ടയാളാണ് ഇ പി ജയരാജൻ. എക്സ്പോസ്ഡ് ആവുകയാണെന്ന് നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം. അയാൾ ഈ പാർട്ടി പ്രവർത്തകരെ വഞ്ചിച്ചു എന്ന് എക്സ്പോസ്ഡ് ആയ ദിവസമാണ്. വാദമല്ലേ BJPയുടെ ആഷ്മി CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി നിൽക്കുന്ന സഖാവ് ഇ പി ജയരാജന്റെ രാഷ്ട്രീയ ജീവിതം ഈ കേരളത്തിലെ എല്ലാ ജനത്തിനും അറിയാവുന്നതാണ്. ഇ പി ജയരാജൻ കടന്നു വന്ന വഴികളെ സംബന്ധിച്ച് ഞാനത് വിശദീകരിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എല്ലാ ജനത്തിനും അറിയാം. വെടിയുണ്ട ഇപ്പോഴും ശരീരത്തിൽ കൊണ്ടു നടക്കേണ്ടി വരുന്ന രാഷ്ട്രീയ നേതാവാണ്. ഇവിടെ നേരത്തെ ചർച്ച ചെയ്ത അബിൻ വർക്കിയുടെ KPCCയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന നേതാവ് കൊല്ലാൻ വാടകയ്ക്ക് ആളെ എടുത്ത് അയച്ച, അതിൽ പരിക്കുപറ്റിയ എത്രയോ തവണ BJPയുടെയും RSSന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ വധശ്രമങ്ങളിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ് സഖാവ്. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഈ തെരഞ്ഞെടുപ്പ് ദിവസമെങ്കിലും ഏറ്റവും ചുരുങ്ങിയ ദിവസം ഈ തെരഞ്ഞെടുപ്പ് ദിവസമെങ്കിലും ജാവദേക്കറുമായി സന്ദർശനം നിതിൻ കണിച്ചേരി ഏറ്റവും ചുരുങ്ങിയ പക്ഷം നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പുലർച്ചെ ആ മുഹൂർത്തത്തിലെങ്കിലും ഈ ജാവദേക്കറുമായുള്ള ചർച്ച സ്ഥിരീകരിക്കുന്ന ഒരു സാമാന്യ ബോധ്യം ഇ പിക്ക് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയമായ സാമാന്യ ബോധം ഇപ്പൊ നാളെ പറയാലോ. അത് ഈ ചർച്ച നടത്തുകാർ നാളെ പറയാലോ. സാർ ഇന്ന് പറഞ്ഞ് നിങ്ങളുടെ തന്നെ സാധ്യതകളെ അടച്ചു കളയാൻ മാത്രം ഇ പിക്ക് നിങ്ങളോട് ശത്രുത എന്തിനാണ്? അതിന്റെ ശത്രുതയല്ല. 2 ദിവസമായി കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ഈ കേരളത്തിന്റെ പല കാര്യങ്ങൾക്കും ഇടനിലക്കാരനായി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു വിശ്വാസ്യതയില്ലാത്ത ഒരാളുടെയും അതിനെ മറപറ്റിക്കൊണ്ട് BJPയുടെ നേതാക്കളുമൊക്കെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആ ആരോപണത്തിന് മറുപടി പറയണ്ടേ? CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ സഖാവ് ഇ പി അതിന് മറുപടി പറയണ്ടേ? ആ മറുപടിയാണ് സഖാവ് ഇ പി പറഞ്ഞത്. ആ മറുപടി കൊണ്ട് അല്ലെങ്കിൽ ഇ പി പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്ന ഒരു വാചകം കൊണ്ട് ഇ പിയുടെ രാഷ്ട്രീയ ജീവിതത്തെ അങ്ങ് ഇല്ലാതാക്കി കളയാം, മായ്ച്ചു കളയാം എന്ന് പിന്നെ അവിടെ പറഞ്ഞു വന്ന ഭാഷയിൽ കണ്ണൂർ ശൈലിയിൽ അദ്ദേഹത്തിന്റെ സ്വന്തമായ ഒരു റിബൽ ഭാഷയിൽ ഞാൻ ആരോടും ചോദിക്കേണ്ടതില്ല. BJPയിലേക്ക് പോകണമെങ്കിൽ എനിക്ക് തോന്നി ഞാനങ്ങ് പോവും എന്ന് കെ സുധാകരൻ പറഞ്ഞൊരു വാക്കിന്റെ ഒരു ഭാഗം എടുത്തു വെച്ച് കെ സുധാകരൻ BJPയിലേക്കാണെന്ന് പറയുന്ന നിങ്ങൾ അവിടെ NK പ്രേമേന്ദ്രൻ പാർലമെന്റിൽ മോദിക്കൊപ്പം ഒരു ചായ കുടിക്കാൻ പോയതിനെ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ പ്രേമേന്ദ്രൻ BJPയിലേക്കാണെന്ന് പ്രചണ്ഡമായ പ്രചരണം നടത്തിയ നിങ്ങൾ പ്രകാശ് ജാവദേക്കർ ഇ പി ജയരാജന്റെ വീട് തേടിപ്പിടിച്ച് അങ്ങോട്ടേക്ക് വന്നു. ജാവദേക്കർ പറയുന്നു ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണെന്ന് പറയുകയാണ്. എന്താണ് ജാവദേക്കർ രാഷ്ട്രീയ പ്രവർത്തനം? BJPയിലേക്ക് ആളെ കൂട്ടുക. കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെ കൂട്ടാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ പറയുകയാണ് അയ്യോ പാവം ഒരു സൗഹൃദ സന്ദർശനം അല്ലേ, ഇതൊക്കെ കേരളം അങ്ങ് വിശ്വസിക്കണം അല്ലേ? നിതിൻ ആഷ്മി, ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിൽ ആളുകളെ പിടിക്കുന്ന BJPയുടെ രാഷ്ട്രീയ ലൈൻ അതാണല്ലോ. ആളുകളെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കാശ് കൊടുത്തോ പ്രലോഭിപ്പിച്ചോ കൊണ്ടുപോവുക എന്ന പണി BJP ഇന്ത്യയിൽ കുറെ കാലമായി നടത്തിയിട്ട് ഇതിനു മുമ്പ് ആഷ്മി ആ വാർത്ത ഓർക്കുന്നുണ്ടോ? രാഷ്ട്രീയ ബോധ്യമില്ലാതെ നട്ടല് വളവളാ നിൽക്കുന്ന ആൾക്കാരില്ലേ കാണാൻ രാജ്യസഭാ അംഗം എന്നുള്ള നിലയിൽ നിതിൻ കണിച്ചേരി കാണാൻ വേണ്ടി രാഷ്ട്രീയ ബോധ്യമില്ലാതെ BJPയിലേക്ക് വരുന്നോ എന്ന ചോദ്യത്തിന് സാർ ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും രാഷ്ട്രീയ ബോധ്യമില്ലാതെ നട്ടൽ ഇങ്ങനെ വളവളാന്ന് റബ്ബർ പോലിരിക്കുന്ന ആളുകളുടെ വീട്ടിലേക്ക് ജാവദേക്കർ പോവൂ, പണവുമായിട്ടാണെങ്കിലും എന്ത് പദവിയുമായിട്ടാണെങ്കിലും. ഇപ്പൊ നിതിന്റെ വീട്ടിലോട്ട് വരുവോ ജാവദേക്കർ? വരുന്നോ നിതിനെ BJPയിലോട്ട് കോടികൾ തരാം എന്ന് പറഞ്ഞാൽ നിതിൻ വരുവോ? വീട്ടിലോട്ട് വരുവോ? മറുപടി അതിനുള്ള ആഷ്മി അതിനുള്ള മറുപടി കൊടുത്തല്ലോ. അതിനുള്ള മറുപടി നിങ്ങൾ എന്തിനാണ് വന്നത്, അത് നടക്കില്ല, അത് വേണ്ട, ആ വർത്തമാനത്തിന് ഇല്ല എന്ന് പറഞ്ഞു എന്ന് ഇ പി പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കണം. എന്തുകൊണ്ട് മുഖവിലേക്ക് എടുക്കുന്നില്ല? നമ്മളൊന്ന് വിശ്വസിക്കണം അല്ലേ? ഇതിനു മുമ്പ് ഇതുവരെ നന്ദകുമാറിന് ആരെന്ന് അറിയില്ലെന്ന് പറഞ്ഞ ആളാണ് ഒരു കാര്യത്തിന് വേണ്ടി ഒരു MP നന്ദകുമാർ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഇ പി. എന്നിട്ട് CPMന്റെ പ്രധാനപ്പെട്ട ജാഥ വരുന്ന ആ ദിവസം നന്ദകുമാർ അമ്മയ്ക്ക് ഹാരമണിയിക്കാൻ പോയി കുശലം പറഞ്ഞ ആളാണ് ഇ പി. അപ്പൊ ഇ പി പറയുന്ന മുഖവരിക്ക് എടുക്കണം. ഇ പി പറയുന്നത് 90% കള്ളമാണ് നിതിൻ. അത് ആഷ്മിയുടെ തോന്നലാണ്. ഞാൻ തെളിവടക്കം പറയാം. ഇ പി പറഞ്ഞ കള്ളങ്ങൾ തെളിവടക്കം പറയണോ? എത്ര ജാവേദ്കർ ആഷ്മി ജാവദേക്കറെ കണ്ടു എന്നും ജാവദേക്കർ രാഷ്ട്രീയം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനില്ല എന്ന് പറഞ്ഞ് ഇ പിയുടെ വിഷൽ നിങ്ങൾ കാണിച്ചതല്ലേ? ഈ ചാനൽ ചർച്ച തുടങ്ങുമ്പോൾ ആഷ്മി തന്നെയല്ലേ കാണിച്ചത്? ആ സാധനം കാണിച്ചതല്ലേ? പിന്നെ ഈ ദല്ലാളുമായിട്ടുള്ള ഇത്തരം ആളുകളുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് അതല്ലേ CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി അത് നിങ്ങൾ കാണിച്ചല്ലോ. ഇത്തരം ആളുകളുമായി ബന്ധമുണ്ടാക്കുമ്പോൾ പുറത്തേണ്ട ജാഗ്രതയിൽ കുറവുണ്ടായി
എന്ന് പറഞ്ഞാൽ അതാണ് CPM-ന്റെ നിലപാട്. പിന്നെ ഇവിടെ നിങ്ങൾ ഇതിന്റെ ഭാഗമായി ഇതിൽ നിന്ന് CPM ഏതെങ്കിലും തരത്തിൽ BJP-യുമായോ RSS-ഉമായോ ബന്ധമുണ്ടാക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ നോക്കണ്ട. വരുത്തി തീർക്കേണ്ട കാര്യമുണ്ടോ സാർ? സാർ EP എക്സ്പോസ്ഡ് ആയി നിൽക്കുകയല്ലേ? സാർ EP എക്സ്പോസ്ഡ് ആയി നിൽക്കുകയല്ലേ? അബിൻ വർക്കി പറയുന്നു ഒരേ ഒരു പ്രസ്ഥാനം എന്ന് ആര് പറയുന്നു? എന്നെങ്ങനെ വിശ്വസിക്കും? നിതിൻ, നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം BJP-യുടെ ചുമതലയുള്ള ഒരു കേന്ദ്രമന്ത്രി പദത്തിലില്ലാത്ത BJP-യുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി മാത്രം വരുന്ന ഒരാളുടെ ക്ഷണം അല്ലെങ്കിൽ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി വീട്ടിൽ കയറ്റിയിരുത്തി രാഷ്ട്രീയം സംസാരിച്ചുവെങ്കിൽ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കുമെന്നാണ് നിതിൻ? അത് EP-യുടെ മാത്രം താല്പര്യമെന്ന് ആർക്കറിയാം? അബിൻ വർക്കി പറയുകയാണ് EP ജയരാജൻ പറഞ്ഞു കേരളത്തിലെ 6 BJP സ്ഥാനാർത്ഥികൾ മികച്ചവരാണ്, അത് ഈ ഡീലിന്റെ ഭാഗമല്ലെന്ന് ആർക്കറിയാം? EP ജയരാജൻ പറഞ്ഞു കേരളത്തിൽ BJP-യുമായാണ് പോരാട്ടം, ഈ ഡീലിന്റെ ഭാഗമല്ലെന്ന് ആർക്കറിയാം? നിതിൻ, ഹാഷ്മി, EP പറഞ്ഞതിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ എടുക്കുന്നത്. EP പറഞ്ഞല്ലോ അയാൾ വന്നു കണ്ടു, അത് കണ്ട് രാഷ്ട്രീയം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അത് ആവശ്യമില്ല, അതിൽ താല്പര്യനല്ല എന്ന് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ EP-യുടെ നെഞ്ചത്തേക്ക് തന്നെ ഈ വാചകങ്ങളെല്ലാം കൊണ്ട് വെക്കേണ്ട കാര്യം എന്താ? ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് അതാണോ പ്രശ്നം? KPCC-യുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആള് പോയി, AK ആന്റണിയുടെ മകൻ BJP സ്ഥാനാർത്ഥിയായി. എത്രയോ ആളുകൾ അങ്ങനെ നിങ്ങൾ കോൺഗ്രസിനെ എഴുതി തള്ളിയതല്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ കോൺഗ്രസിനെ BJP-യുടെ B ടീം ആക്കിയതല്ലേ? ഇപ്പൊ KPCC-യുടെ പ്രസിഡന്റ് നിങ്ങൾ കോൺഗ്രസിനെ എഴുതി തള്ളിയതല്ലേ സാർ? ഞങ്ങൾ ആക്കണ്ട, നിങ്ങൾ കോൺഗ്രസിനെ B ടീം ആക്കിയതല്ലേ? അതിനുള്ള മറുമരുന്നായി, അതിനുള്ള രക്ഷകനായി ഫാസിനെതിരെ പോരാട്ടമായി നിങ്ങൾ അവതരിപ്പിച്ചത് ആരെയാണ്? നിങ്ങളെയാണ്. നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എന്താണ് പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയത് BJP-യിലേക്ക് പോവാൻ. നിതിൻ, നാണമുണ്ടോ കോൺഗ്രസിനെ പിന്നെ കുറ്റം പറയാൻ? സന്ധി ചെയ്യില്ല, RSS-ഉമായി സന്ധി ചെയ്യില്ല, BJP-യുമായി സന്ധി ചെയ്യില്ല. CPM എന്ന് ഈ നാട്ടിൽ പറഞ്ഞത് CPM-കാർ മാത്രമല്ല, വേറെ എത്രയോ ആളുകൾ പറഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ ഹാഷ്മി, ഇതിനിടയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് പത്രസമ്മേളനം നടത്തിയ എത്രയോ ആളുകൾ പറഞ്ഞു ഫാസിസവുമായി സന്ധി ചെയ്യില്ല CPM എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞത് CPM-കാർ മാത്രമല്ല, CPM-ന്റെ അനുഭാവികൾ മാത്രമല്ല, എത്രയോ മുഖ്യമന്ത്രി പറയുന്നുണ്ട് രാഷ്ട്രീയമായി എതിർക്കുന്ന ആളുകൾ വരെ പറഞ്ഞു. ആ കാര്യത്തിൽ BJP-യുമായി വിശ്വാസത്തിന്റെ മണ്ടയ്ക്കാണ് സാർ EP ജയരാജൻ. ആ വിശ്വാസത്തിന്റെ മൂർധാവിനാണ് നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇന്ന് ആപ്പടിച്ചിറക്കിയത്. ആ വിശ്വാസത്തിന്റെ മൂർധാവിനാണ് നിതിൻ ഇന്ന് നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ആപ്പടിച്ചിറക്കിയത്. ആ വിശ്വാസത്തിന്റെ മൂർധാവിലാണ് നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവ്, കേരളത്തിലെ പിണറായി കഴിഞ്ഞാൽ രണ്ടാമൻ ആപ്പടിച്ചിറക്കിയത് വിശ്വാസത്തിന്റെ മൂർധാവിനാണ്. നിതിൻ, അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായി കേരളത്തിൽ പ്രചരിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ നിജസ്ഥിതിയെ സംബന്ധിച്ച് സഖാവ് EP ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ കാലത്തെങ്കിലും അത് വ്യക്തമാക്കേണ്ടതുണ്ട്. ആ വ്യക്തമാക്കുകയാണ് EP ചെയ്തത്. നിങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായി പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ ഇങ്ങനെ ഒരു പരവരപ്പുണ്ടാക്കി വെക്കുന്നു. CPM-ന്റെ ആരാ പറഞ്ഞു പരപരപ്പുണ്ടാക്കി വെച്ചു? ഏത് മാധ്യമങ്ങൾ? ഏകോദര സഹോദരങ്ങളെ ആരുണ്ടാക്കിയെന്നാണ്? EP ഏകോദര സഹോദരനെ പോലെ കാണും ദല്ലാൽ നന്ദകുമാർ വാർത്താ സമ്മേളനം നടത്തി. തൊട്ടു പിന്നാലെ ശോഭാ സുരേന്ദ്രൻ പത്രങ്ങൾ വാർത്ത കൊടുക്കലല്ലേ ചെയ്യുന്നത്. ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം, ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ്? EP-യുടെ മകൻ എന്റെ വാട്സാപ്പിലേക്ക് അയച്ച വാട്സാപ്പ് ചാറ്റ് കാണിക്കാം, ഡൽഹിയിലേക്ക് അയച്ചെന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് കാണിക്കാം, EP-യുടെ മകനെ കൊച്ചിയിലെ ഹോട്ടലിൽ വെച്ച് ആർക്കൊപ്പം കണ്ടു എന്ന കാര്യം പറഞ്ഞത് വാർത്തയാക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് EP സ്ഥിരീകരിക്കുകയാണ് ഇതൊക്കെ. ആ ശോഭാ സുരേന്ദ്രൻ ദല്ലാളിന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയതിനെ കുറിച്ച് നിങ്ങൾ എന്താ പറയാത്ത ഹാഷ്മി? അതുണ്ടല്ലോ ചർച്ചയിൽ. അത് ചർച്ചയില്ല. ശോഭാ സുരേന്ദ്രൻ വാങ്ങി എന്നാണല്ലോ അയാൾ പറഞ്ഞത്. അത് ചർച്ചയില്ല സർ. ആ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ക്രെഡിബിലിറ്റി ആണോ നിങ്ങൾ ഈ ചർച്ചയിൽ EP-യെ പോലെ ഒരാൾക്കെതിരായി രാഷ്ട്രീയത്തിൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എടുക്കുന്നത്? 2-3 ദിവസമായി പറഞ്ഞു നിൽക്കാനെങ്കിലും EP ജയരാജൻ ഇന്ന് രാവിലെ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള സന്ദർശനം സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ താങ്കൾക്ക് ഇങ്ങനെയെങ്കിലും പറഞ്ഞു നിൽക്കാമായിരുന്നു. അത് സ്ഥിരീകരിച്ച വാർത്ത EP-യുടെ ഭാഗത്ത് നിന്ന് ആ മണ്ടത്തരം ഉണ്ടായിരുന്നില്ലെങ്കിൽ, രാഷ്ട്രീയ മണ്ടത്തരം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ പറഞ്ഞു നിൽക്കാമായിരുന്നു. ഇതിന് EP സമ്മതിക്കുകയാണ്. EP അങ്ങ് സമ്മതിക്കുകയാണ്. BJP-യുടെ പ്രചാരകനെ ഞാൻ വന്ന് കണ്ടു, BJP-യുടെ പ്രചാരകൻ എന്റെ ഫ്ലാറ്റിലേക്ക് വന്നു. ഏറ്റവും ചുരുങ്ങിയ പക്ഷം തെരഞ്ഞെടുപ്പ് ദിവസമെങ്കിലും അത് പുറത്തു പറയാതിരിക്കാനുള്ള മര്യാദ EP കാണിക്കണ്ടേ? അതിന് രാഷ്ട്രീയ ബുദ്ധി എന്ന് പറയില്ലേ? അത് കള്ളത്തരമാണെങ്കിൽ കൂടിയും. നിതിൻ,
ആഷ്മി അതെല്ലാം ആഷ്മിയുടെ തോന്നലാണ്. ആഷ്മിയുടെ എല്ലാ തോന്നലും തിരുത്താൻ ഞാനല്ല, ഞാൻ എൻ്റെ വാദമാണ് പറയുന്നത്. ആഷ്മിക്ക് അങ്ങനെ വിശ്വസിക്കാം. EP ചെയ്തതിൽ മണ്ടത്തരമുണ്ടോ എന്നോ രാഷ്ട്രീയ മര്യാദകളുണ്ടെന്നോ ഞാൻ കരുതുന്നില്ല. EP ചെയ്തത് കഴിഞ്ഞ 2-3 ദിവസമായി കേരളത്തിനകത്ത് CPM-നെ ഇത്തരത്തിൽ BJP-യുമായി കൂട്ടിക്കെട്ടാൻ നടക്കുന്ന ഒരു ശ്രമത്തെ EP പൊളിക്കുകയാണ് ചെയ്തത്. EP എന്താണ് ഉണ്ടായത് എന്ന വസ്തുത ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. സത്യം സത്യമായി വിളിച്ചു പറഞ്ഞു. അല്ലാതെ ഇവിടെ പറയുന്ന പോലെ നിങ്ങളുടെ ആരോപണങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ആരോപണങ്ങളാണ്. ആരോപണങ്ങളല്ല. തെരുവിൽ നിന്നൊരു പോളിറ്റ് ബ്യൂറോ അംഗം CPM-നെ തെരുവിൽ നിന്നൊരു പോളിറ്റ് ബ്യൂറോ അംഗം കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ് CPM-ന്റെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് പിഴച്ച കൂട്ടുകെട്ടാണെന്ന് പറയുകയാണ്, തിരുത്തുകയാണ് തെരുവിൽ നിന്ന്. സാധാരണ നിങ്ങളുടെ പാർട്ടി അങ്ങനെയാണോ ചെയ്യാറ്? സാധാരണ നിങ്ങളുടെ പാർട്ടി ഘടകങ്ങൾ ചർച്ച ചെയ്തില്ലേ? താക്കീതാണെങ്കിൽ ശാസനയാണെങ്കിൽ നിങ്ങളുടെ പാർട്ടി തീരുമാനത്തിൽ വാർത്താക്കുറിപ്പായോ അല്ലാതെ വല്ല വരിക. പിണറായി വിജയൻ പറയേണ്ടത് എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ് ദിവസം ആയതുകൊണ്ടാണ്. ജനങ്ങളുടെ മുമ്പിലാണ് CPM-ന്റെ എല്ലാ കാര്യവും ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലാണ് പറയാറുള്ളത്. ആ ജനങ്ങളുടെ മുമ്പിൽ തന്നെയാണ് EP-ക്കോ അല്ലെങ്കിൽ CPM-ന്റെ ഏത് നേതാവിന് ഒരു പെശക് പറ്റിയാൽ ആ പെശകാണ്, അത് തിരുത്തേണ്ടതാണ് എന്ന് ജനങ്ങളോട് പറയുന്നതിന് എന്തിനാ മടിക്കേണ്ട കാര്യം? കേരളത്തിന്റെ മുഖ്യമന്ത്രി കാലത്ത് പത്രക്കാർ ചോദിച്ചപ്പോൾ കാലം ഇത്രയും അങ്ങനെ ആയിരുന്നില്ലല്ലോ നിതിൻ. നിങ്ങളുടെ നേതാക്കൾക്ക് ഒരു വീഴ്ച പറ്റിയാൽ നിങ്ങൾ അതിന്റെ സംഘടനാതലം മുതൽ ചർച്ച ചെയ്തില്ലേ? ചർച്ച ചെയ്ത് എന്ത് ശിക്ഷാ നടപടിയോടെന്ന് ആലോചിക്കില്ലേ? ആലോചിച്ച ശേഷം തീരുമാനത്തിലെത്തില്ലേ? അതിനുശേഷം വാർത്താക്കുറിപ്പായോ പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനമായിട്ടല്ലേ ശിക്ഷാ നടപടി പ്രഖ്യാപനം വരിക? ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം എപ്പോഴും അധിക്ഷേപിക്കാറുള്ള മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ വന്ന് ഇന്ന് ജയരാജന് ശിക്ഷാവിധി പ്രഖ്യാപിച്ചതും ശിക്ഷാവിധി വിധിച്ചതും എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ് ദിവസം ആയതുകൊണ്ടാണ്. തിരിച്ചടിയാവുന്നത് ഉള്ള ബോധ്യമുള്ളതുകൊണ്ടാണ്. അത് നിങ്ങൾക്ക് CPM-ന്റെ അല്ല, അത് CPM-ന്റെ സംഘടനാ സംവിധാനങ്ങളും ഒരു സാഹചര്യത്തിനനുസരിച്ചാണ് രാഷ്ട്രീയത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാവുക. ആ സാഹചര്യത്തിൽ EP ഇന്ന് ചെയ്തതും അത് തന്നെയാണ്. EP ഇന്ന് ആ സത്യം ജനങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തിയതും രാഷ്ട്രീയമായി CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇപ്പോൾ വോട്ടുകളെല്ലാം ആഷ്മി പെട്ടിയിലേക്കായി കഴിഞ്ഞല്ലോ. ഈ ഫലപ്രഖ്യാപനം വരുമ്പോൾ നമുക്ക് കാണാം. ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞതല്ല, മനസ്സിലാക്കിയത് എന്ന് നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്തിട്ട് അവസാനം ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ഇതിനെ ബന്ധപ്പെടുത്തിയതേ ഇല്ല. EP ജയരാജൻ എന്ന് പറയുന്ന കേരളത്തിലെ CPM-ന്റെ മുതിർന്ന മുഖങ്ങളിൽ ഒരാൾ, BJP-ക്ക് മറ്റ് ഔദ്യോഗിക പദവികളൊന്നുമില്ലാത്ത RSS-കാരനായ ഒരു പ്രഭാരിയെ വീട്ടിൽ വന്ന് ചർച്ച നടത്തുകയും സൗഹൃദം വെച്ച് പുലർത്തുന്നതിലും ഒരഭംഗിയുമില്ല എന്നാണ് നിതിൻ പറയുന്നതെങ്കിൽ ഓക്കെ, ഞാൻ വിട്ടു. ശ്രീ VP ശ്രീധരൻ എന്താണ് ഇനി ജയരാജൻ അല്ല ചർച്ച നടത്തി എന്ന് EP പറഞ്ഞിട്ടില്ല. അത് ആഷ്മിയുടെ വാചകമാണ്. ചർച്ച നടത്തിയിട്ടില്ല. അത് EP പറയുന്നതല്ലേ? അത് EP പറയുന്നതല്ലേ സാർ? അത് EP പറയുന്നതല്ലേ? തൽക്കാലം വിട്ടിക്കട്ടെ, ഞാൻ എത്താം. ഇപ്പൊ EP പറയുന്നതാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ EP പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു മുൻ കേന്ദ്രമന്ത്രി, ഒരു മുൻ പരിസ്ഥിതി മന്ത്രി, BJP-യുടെ ചുമതലക്കാരനായ ഒരാൾ വെറുതെ വന്ന് EP-യുടെ വീട്ടിൽ കയറി എന്നങ്ങ് വിശ്വസിക്കണം. എന്നിട്ട് EP പറഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിപ്പോയി എന്നങ്ങ് വിശ്വസിക്കണം അല്ലേ? ശരി, അങ്ങനെ ഇരിക്കട്ടെ, ഞാൻ എത്താം.